സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഇപ്പോൾ ബാഹുബലി ദ കൺക്ലൂഷൻ ആഘോഷിക്കുകയാണ്. എസ് രാജമൗലി പ്രഭാസ് കൂട്ടുകെട്ടിൽ പിറന്ന ബാഹുബലി 2 ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ആണെന്ന് തലയുയർത്തി നിന്ന് തന്നെ പറയാം. രോമാഞ്ചം കൊള്ളുന്ന ഓരോ രംഗങ്ങളും എന്ന് പ്രേക്ഷകർ ഒരുമിച്ച് പറയുന്നു. ബാഹുബലി തരംഗം കേരളത്തിലും കാര്യമായി ബാധിച്ചതോടെ തിരിച്ചടി കിട്ടിയത് വിജയകരമായി പ്രദർശനം തുടരുന്ന മറ്റു ചില മലയാള സിനിമകൾക്കാണ്. റിലീസ് ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ബാഹുബലി മാത്രമായി കളിച്ചത്. കേരളത്തിലെ 300 തിയേറ്ററുകളിലായിട്ടാണ് ബാഹുബലി 2 റിലീസ് ചെയ്തത്. ബാഹുബലി എത്തിയതോടെ കൊച്ചി മൾട്ടിപ്ലക്സിലെ ചില മലയാള സിനിമകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന കുഞ്ഞു ചിത്രം പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കവെയാണ് ബാഹുബലി 2വിന്റെ വരവ്. എന്നാൽ ആ വരവ് വലിയ തോതിൽ രക്ഷാധികാരിയെ ബാധിച്ചിട്ടില്ല. ഈ ശക്തമായ ഒഴുക്കിന് 18 ഷോ രക്ഷാധികാരി ബൈജുവിനുണ്ട്. ബാഹുബലി 2വിന്റെ വരവ് കൊച്ചി മൾട്ടിപ്ലക്സിൽ സഖാവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിവിൻ പോളി നായകനായി എത്തിയ സഖാവ് 3 ആഴ്ച പിന്നിടവെയാണ് ബാഹുബലിയുടെ വരവ്. ഇതോടെ ഷോകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയായിരുന്ന മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്ത് 1 മാസം കഴിയുമ്പോഴേക്കും 50 കോടി പിന്നിട്ട മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറാനിരിക്കുകയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. എന്നാൽ ബാഹുബലി 2 വന്നതോടെ അത് അവതാളത്തിലായി. ദിവസം 4 ഷോ മാത്രമാണ് ചിത്രത്തിന് കൊച്ചി മൾട്ടിപ്ലക്സിൽ ഉള്ളത്. എല്ലാ തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തി വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇപ്പോഴും ടേക്ക് ഓഫ്. 50 ദിവസം പിന്നിടുമ്പോഴും ചിത്രത്തിന് പ്രേക്ഷകരുണ്ട്. കൊച്ചി മൾട്ടിപ്ലക്സിൽ ബാഹുബലി 2വിന്റെ കടന്നുകയറ്റത്തിലും ദിവസം 11 ഷോ ചിത്രത്തിനുണ്ട്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.